അരുൺ, ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതി നേരിട്ട ക്രൂരപീഡനത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുകയാണല്ലേ? ഈ ബിന്ദുവിനെ അസഭ്യം പറഞ്ഞ എസ് ഐ പ്രസന്നനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രസന്നനല്ലേ ഈ കുടിവെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലുണ്ട് പോയി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞത്? വെങ്കി, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ അന്വേഷണം ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷാണ് ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഇത് സംബന്ധിച്ചിപ്പോൾ ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹം. വെങ്കി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ കൂടുതൽ പോലീസുകാർക്കെതിരെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ASI കൂടിയായിട്ടുള്ള ഈ പ്രസന്നനാണ് ഈ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ 20 മണിക്കൂർ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുന്നു. അതിന് പുറമെ വർഷത്തോടുകൂടി അസഭ്യം സംസാരിക്കുന്നു, ഏറ്റവും മോശമായിട്ട് സംസാരിക്കുകയും ശുചിമുറിയിൽ പോയി ദാഹജലം ചോദിക്കുമ്പോൾ പോലും അത് നൽകാൻ സാധിക്കാത്ത ഒരു പോലീസ്, അത് എത്ര ഒരു മനോവൈകൃതമുണ്ട് ഈ പോലീസ് എന്നുള്ളത് ചോദിച്ചു പോകേണ്ടി വരുന്നു. കാരണം ഈ ASI ASI ആണ് ഇത്തരത്തിലൊരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നതിന് പുറമെ നിലവിൽ ഈ മ്യൂസിയം പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള അന്വേഷണത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ വളരെ മോശമായിട്ട് സംസാരിക്കുക മാത്രമല്ല, ഒരു മോഷണ കുറ്റം ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 20 മണിക്കൂറിന് പുറമെ ഇവരെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെടുമങ്ങാട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവരുടെ വാഹനത്തിലാണ് ഈ പോലീസ് കയറിപ്പോകുന്നു. തൻ്റെ വാഹനത്തിൽ കയറിക്കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴൊക്കെയും ഇവരുടെ മോശമായിട്ടുള്ള സംസാരം മുഴുനീളം കേൾക്കേണ്ടി വരുന്നു. ഒരു സ്ത്രീയായിട്ട് പോലും തന്നെ പരിഗണിക്കാൻ പോലും ഈ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നു ബിന്ദു. ആ പരാതി നൽകുമ്പോൾ പോലും അവരുടെ ഭാഗത്തു നിന്ന് പോലും മോശം അനുഭവം താൻ നേരിട്ടു എന്നുള്ളതാണ് അവരുടെ മൊഴി. മറ്റൊന്ന്, DGPക്ക് പരാതി കൊടുക്കുന്നു. DGPക്ക് പരാതി കൊടുത്തപ്പോൾ തുടർ നടപടി ഉണ്ടാകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഈ അന്വേഷണ ചുമതല നൽകുമ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ പരാതിക്കോ അല്ലെങ്കിൽ DGPക്ക് നൽകിയ പരാതിയിലോ ഇതിലെന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചുവെങ്കിൽ അതിലെന്തുകൊണ്ട് പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആഭ്യന്തര വകുപ്പിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ബിന്ദു ഇന്നിപ്പോൾ പുതിയൊരു പരാതി കൂടി നൽകുകയാണ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക്. അതായത് താൻ 3 ദിവസം നിന്ന് വീട്ടു ജോലിക്ക് നിന്ന് വീട്ടുടമയ്ക്കെതിരെയാണ് ഇന്നിപ്പോൾ പരാതി കൊടുക്കുന്നത്. ഓമന ഡാനിയൽ ഇതുവരെയും ഇത് സംബന്ധിച്ച് പൊതുമാധ്യമങ്ങളുടെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ബിന്ദുവിനെ ഈ നിമിഷം പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഉടമസ്ഥ എന്ന നിലയിൽ മാല തിരിച്ചു കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ബിന്ദുവിനെ വിളിച്ചത് അറിയിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സ്ത്രീ, ഒരു മാല നഷ്ടപ്പെട്ടപ്പോൾ 2.5 പവന്റെ മാല വീട്ടിൽ നിന്ന് 23-ാം തീയതിയാണ് നഷ്ടപ്പെടുന്നത്. അത് 24-ാം തീയതി ഉച്ചയോടുകൂടി കിട്ടുകയാണ്. ഈ മണിക്കൂറുകളിലാണ് ബിന്ദുവിനെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഇത്രയും ക്രൂരമായിട്ട് ചോദ്യം ചെയ്യുകയും അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തത്. അത് അധികാരി വർഗമാണ്. അവർക്കെതിരെ 2-3 പോലീസുകാർക്കെതിരെ എല്ലാ നടപടിയെടുക്കേണ്ടത്. അവരാരൊക്കെയാണോ ഉപദ്രവിച്ചിട്ടുള്ളത് അവർക്കെതിരെയൊക്കെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ബിന്ദുവിന്റെ പ്രധാനപ്പെട്ട മൊഴിയും പരാതിയും. വെങ്കിയേന്റെ ശ്രുതി. ശരി, എന്തായാലും പതിവ് പോലെ ഇന്നും ഒരുപാട് വാർത്തകൾ തെക്കൻ കേരളത്തിൽ നിന്നും ഒരുപാട് വാർത്തകൾ വരാനുണ്ട് എന്നുള്ളതോടെയാണ് ഇത്രയും നേരം അരുൺ സോളമൻ നൽകിയ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം